എല്ലാവർക്കും ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് മോർപാൽ എപ്പോഴും സ്കൂൾ യൂണിഫോം ഇടണേ എന്നുള്ളത്. കാരണം അവന്റെ അടുത്ത് അതിനേക്കാൾ നല്ലൊരു ഡ്രസ്സ് വേറെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികത, അപ്പൊ സ്വാഭാവികം തന്നെയാണ് കി വൗസെ ഷാദിമേ പഹരിക്കറാത്ത, അതുകൊണ്ടാണ് സ്വാഭാവികം തന്നെയാണ് അവനെന്താണ് ആ കല്യാണ വീട്ടിലോട്ട് ആ ഒരു ഡ്രസ് ഇട്ട് വരാനുള്ള കാരണം. മനസ്സിലായില്ലേ? അപ്പൊ അവന്റെ കയ്യിൽ ആകെ ഒരു പുതിയ ഡ്രസ്സ് എന്ന് പറയുന്നത് അവന്റെ സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവന് കല്യാണ വീട്ടില് അത് ഇട്ടിട്ട് വന്നത്. ക്ലിയർ അല്ലേ? അടുത്ത പാരഗ്രാഫ് നോക്കാം. ഞാനൊന്ന് വായിച്ചു തരാം, ശ്രദ്ധിക്കണം കേട്ടോ. नील माधव पांडा की आई एम कलाम देखते हुए मुझे अपना बचपन बहुत याद आया, क्योंकि यह फिल्म भी उन्हीं विमोलों के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने हैं. हमारा नायक कलाम चाय की दुकान में काम करता है. उसका सपना है स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना. लेकिन फिल्म में एक और बच्चा भी है, डानी के राणा का बेटा रणविजय, जिसे स्कूल जाना कतई पसंद नहीं. वही स्कूल जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है, कलाम को एक अलग जीवन, बेहतर जीवन का सपना दिखाता है. फिल्म में इन दोनों बच्चों की पहली मुलाकात के वक्त के संवाद भी बड़े मज़ेदार है और खास ഇഷാര ബി കർത്തേ ഹെ. എന്താണ് ഈ പാരഗ്രാഫ് പറയുന്നത്? നീൽ മാധവ് പാണ്ഡ എന്ന് പറയുന്ന ഒരാളുടെ അയാം കലാം എന്നുള്ള സിനിമ. ഞാൻ സിനിമയിലോട്ട് പോവാണ് കേട്ടോ. നീൽ മാധവ് പാണ്ഡയുടെ അയാം കലാം എന്നുള്ള സിനിമ ദേഖത്തെ ഹുയെ കണ്ടപ്പോൾ മുझे अपना बचपन का बहुत याद आया, എനിക്ക് എന്റെ കുട്ടിക്കാലത്തിലെ കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു. ഇതാരാ പറയണത്? മിഹിർ പറയാണ്. അതായത് നീൽ മാധവ് പാണ്ഡെ എന്ന് പറയുന്ന ഒരാളുടെ, ആരാണ് ആ സിനിമ, ആരുടെ സിനിമയാണ് അയാം കലാം എന്ന് പറയുന്നത്? നീൽ മാധവ് പാണ്ഡെ അല്ലേ? ഈ നീൽ മാധവ് പാണ്ഡെയുടെ അയാം കലാം എന്നുള്ള സിനിമ കണ്ടപ്പോഴ് എനിക്കെന്താണ് എന്റെ കുട്ടിക്കാലത്തിലെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ് ഓർമ്മ വരികയാണ്. ക്യോങ്കി എന്തെന്നാൽ ഈ ഫിലിം ബി, ആ സിനിമയിലും ഉനി വിലോമോക്കെ ബാരേമേ ബാത്ത് കർത്തി ഹേ. അതായത് എന്താണ് ആ സിനിമകളിലും വിലോമം എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ എന്ന് പറഞ്ഞാല് വിപരീതം എന്നൊക്കെ പറയും കേട്ടോ. വിപരീത ദിശയിലുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താ വിപരീത ദിശയിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ മോർപാലിന്റെയും മിഹിറിന്റെയും ജീവിതം എങ്ങനെയാണ്? മിഹിർ ഭയങ്കര പണക്കാരനും അല്ലെ, മിഹിർ ഭയങ്കരനായിട്ടുള്ള പൈസക്കാരനും മോർപാല് പാവപ്പെട്ടവനുമാണ് അല്ലെ. അപ്പൊ രണ്ടും വിപരീതല്ലേ? അതേപോലുള്ളൊരു സിനിമയാണ് അയാം കലാം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജിസ്സെ മേരെ ബച്പൻ കെ സബ് കിസ്സെ ബനെ ഹെ, ഇതിലെന്താണ് എന്റെ കുട്ടിക്കാലത്തിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹമാര നായക്, ഞങ്ങളുടെ നായകനായിട്ടുള്ള കലാം എന്ന് പറയുന്നത് ചായക്ക് ദുക്കാൻമേ കാം കർത്താ ഹെ. ഈ സിനിമയിലെ നായകൻ ആരാണ്? കലാം എന്ന് പറയുന്ന ആളാണ്. കലാം എന്താണ്? ചായക്ക് ദുക്കാൻമേ കാം കർത്തേ ഹെ, ഒരു ചായ കടയിൽ എന്താണ് ജോലി ചെയ്യാണ്. ഉസ്കാ സപനാ ഹെ, അവന്റെ സ്വപ്നമായിരുന്നു സ്കൂൾ ജാന, സ്കൂളിലോട്ട് പോവുക. അവർ ടിവിമേ ദേഖെ, ടിവിയിൽ കണ്ടിട്ടുള്ള ലംബേ ബാലോം വാലെ എന്ന് പറഞ്ഞാൽ നീണ്ട മുടിക്കാരനായിട്ടുള്ള അബ്ദുൽ കലാമിന്റെ മുടി കണ്ടിട്ടില്ലേ? അങ്ങനെ നീണ്ട മുടിയുള്ള രാഷ്ട്രപതി കലാം സ ബന്ന, രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക എന്നുള്ളതായിരുന്നു ആ സിനിമയിലെ ആ കുട്ടിയുടെ സ്വപ്നം. ഏത് കലാം എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്വപ്നമായിരുന്നു എന്ത്? ശരിക്കുള്ള കലാമിനെ പോലെ, നീണ്ട മുടിയുള്ള കലാമിനെ പോലെ ആവുക.
ലേക്കിൻ ഫിലിം में एक और बच्चा भी है. പക്ഷെ സിനിമയില് ഒരു കുട്ടി കൂടെ ഉണ്ട്. ആരാണ്? ടാണിക്കെ റാണ കാ ബേട്ട. ടാണിക്കെ റാണ. ടാണി എന്ന് പറയുന്ന പ്രദേശത്തിലെ ഈ ടാണി എന്ന് പറഞ്ഞാൽ ഉയർന്ന വർഗക്കാര് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ആ ഒരു പ്രദേശത്തിലെ ഉയർന്ന ജാതിക്കാർ, രാജാക്കന്മാര് എന്ന് പറയില്ലേ, രാജവംശത്തിൽപ്പെടുന്നവരെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആളുകളാണ് കേട്ടോ ടാണി എന്ന് പറഞ്ഞാല്. ടാണിയിലെ റാണാക്ക ബേട്ട, റാണ എന്ന് പറയുന്ന ആളുടെ മകനായിട്ടുള്ള രൺവിജയ് എന്ന് പറയുന്ന ഒരാള്, രൺവിജയ് ആണ് കേട്ടോ എന്ന് പറയുന്ന ഒരാള്. ജിസെ സ്കൂൾ ജാന കത്തയി പസന്ത് നഹി. അവനെന്താണ്, സ്കൂളിൽ പോവുക എന്നുള്ളത് തീർത്തും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ മനസ്സിലായില്ലേ, അവൻ രണ്ടുപേരെന്ന് പറഞ്ഞാല് നമ്മുടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ നമ്മൾ കഥയില് ഫസ്റ്റ് പഠിച്ചത് ആരാണ്? മിഹിർ. മിഹിർ ആരാണ്? ഒരു പണക്കാരനല്ലേ? ആണ്. അതുപോലെ തന്നെ മോർപ്പാൽ ആരാണ്? ഒരു സാധാരണ പാവപ്പെട്ടവൻ അല്ലെ, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കൃഷി ഒക്കെ നടത്തുന്ന വീട്ടുകാരനാണ് മോർപ്പാല്. അപ്പൊ ഇവർ തമ്മിലുള്ള അന്തരംഗം വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് പണക്കാരനാണ്, ഒരാള് പാവപ്പെട്ടവനാണ് അല്ലേ. അതേപോലെ തന്നെയാണ് അയാം കലാം എന്ന് പറഞ്ഞ സിനിമയിൽ ആരുണ്ട്? ചായക്കടയിൽ ജോലി ചെയ്യുന്ന കലാം എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ആ ടാണി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള രാജവംശത്തിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന നിലയിലുള്ള ആ ഒരു രൺവിജയ് എന്ന് പറഞ്ഞ കുട്ടി. അപ്പൊ ഇവർ രണ്ടെന്നാണ്, ഒരാള് പാവപ്പെട്ടവനും ഒരാള് പണക്കാരനും. അപ്പൊ ഇത് നമ്മളെ അയാം കല എന്ന് പറഞ്ഞ ആ ഫസ്റ്റ് പഠിച്ചില്ലേ, ആ ഫസ്റ്റ് പഠിച്ച അതേപോലെ തന്നെ എവിടെയും വരുന്നേ. അപ്പൊ എന്താണ്, ഈ സിനിമ കണ്ടപ്പോഴ് ഈ മിഹിറിന് തോന്നുകയാണ് ഇത് ഞങ്ങൾ രണ്ടുപേരെ പോലെ ആയിട്ട് തോന്നിയാല് കലാമിന് രൺവിജയിന് ആരെ പോലെ തോന്നി? തന്നെ എന്ന് പറഞ്ഞാല് മിഹിറിനെയും മോർപ്പാലിനെയുമായിട്ട് തോന്നി എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ഒരേപോലെ വന്നിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, മനസ്സിലായില്ലേ? എന്നിട്ട് എന്താണ് അടുത്ത ഭാഗം നോക്കാം, ശ്രദ്ധിക്കട്ടോ. അതേപോലെ തന്നെ എന്താണ്, മിഹിറിന്റെ അതേ ക്യാരക്ടർ ആയിരുന്നു. കാരണം എന്താണ്, ആർക്ക്? രൺവിജയ്ക്ക്. കാരണം ജിസെ സ്കൂൾ ജാന കത്തയും പസന്ത് നഹി. അവരെന്താണ്, സ്കൂളിൽ പോകാൻ ഒട്ടും ഇഷ്ടമല്ല. വഹി സ്കൂൾ ജോ രൺവിജയ് को परीक्षा का डर दिखाकर भयभीत करता है. ആ സ്കൂൾ എന്താണ്, രൺവിജയെ പരീക്ഷ പേടി ഉണ്ടാക്കാണ്. സ്കൂളോട് പോയി കഴിഞ്ഞാൽ പരീക്ഷ ഉണ്ടാവോ എന്നുള്ള പേടി ഉണ്ടാക്കാണ്. പക്ഷേ മറിച്ച് എന്താണ്, കലാമിലോട്ട് വരുമ്പോ കലാമിയക്ക് അലക് ജീവൻ ബേഹത്തർ ജീവനിക്ക സപ്പന ദിക്താഹെ. കലാം എന്താണ്, ഒരു വേറെ ജീവിതം, അതായത് ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് കുഴപ്പമില്ലാത്ത തരത്തിൽ ജീവിക്കാന് സ്വപ്നം കാണുന്ന ഒരാളാണ്. ഇപ്പൊ ഭയങ്കര പാവപ്പെട്ട ചായക്കടയിൽ ജോലി ചെയ്യല്ലേ, അവിടുന്നൊക്കെ മാറ്റം വന്നിട്ട് ഒരു ഉയർന്ന നിലയിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആര്? കലാം. സിനിമയില് ഈ ദോനോ ബച്ചോക്കി പഹലി മുലാഖാത്തിക്ക് വക്ത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സിനിമയില് ആ രണ്ട് കുട്ടികളുടെയും കോൺവെർസേഷന് ഭയങ്കര എന്താണ്, കോൺവെർസേഷന്റെ സമയത്ത് ബഡെ മസേദാറെ, ഭയങ്കര രസകരമാണ്. और കാസ് ഇഷാരാബി കർത്തെ, അത് പ്രത്യേക സൂചനകളും നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലായില്ലേ? കാരണം പാവപ്പെട്ട വീട്ടിലെ ആളായിരുന്നു കലാം, അതായത് ചായക്കടയിൽ ജോലി ചെയ്യായിരുന്നു. രൺവിജയ് എന്ന് പറഞ്ഞാല് അവിടുത്തെ വലിയൊരു പ്രമാണിയുടെ മകനാണ്. അങ്ങനെയൊക്കെയാണ് അല്ലെ. അപ്പൊ ഇവർ തമ്മിലും അതുപോലെ തന്നെ നമ്മളുടെ മിഹിറും മോർപ്പാലും തമ്മിലുള്ള അതേ ഒരു വ്യത്യാസങ്ങളാണ് ഇവിടെ കാണുന്നത് അല്ലെ. അതേ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർ തമ്മിൽ പരിചയപ്പെടുമ്പോ ആദ്യമായിട്ടുള്ളൊരു സംഭാഷണം എന്താണെന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ ഞാൻ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു തരാം, അതിനുശേഷം विशदीകരിച്ചു തരാം ട്ടോ. कलाम इतनी सारी किताबें काये की है. रणविजय आपको अंग्रेजी नहीं आती क्या? कलाम तेरे को पेड़ पर चढ़ना आता है. रणविजय हाँ मैम घोड़ों पर चढ़ना आता है. आपको घुड़सवारी आती है? कलाम मेरे को ऊंट पर चढ़ना आता है. तेरे को क्या ऊंट की दवा करनी आती है? ഓക്കെ, എന്താണ് പാരഗ്രാഫിൽ പറയുന്നത്? കലാം പറയാണ് ഇത്തനി സാരി കിതാബെ കായെ കി കഹാ.
എന്താണ് ഇത്രയും കൂടുതൽ പുസ്തകങ്ങൾ എന്തിനാണ്? അല്ലെ, ഇതനി സാരി കിതാബോ കായെ കീഹായ്, ഇത്രയും കൂടുതൽ പുസ്തകങ്ങൾ എന്തിനാന്ന് ചോദിക്കുകയാണ്. അപ്പൊ രൺവിജയ് പറയാണ് ആപ്പുകോ അംഗ്രേസി നെഹി ആത്തിക്ക, എന്താ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കലാം പറയാണ് തോ തേരേക്കോ പേട് പർ ചടന ആത്താഹെ, എനിക്കെന്താണ് മരത്തിൽ കയറാൻ അറിയാം. അപ്പോ രൺവിജയ് പറയാണ് ഹമേ ഗോഡോപ്പർ ചടന ആത്താഹെ, ഞങ്ങൾക്ക് എന്താണ് കുതിരപ്പുറത്ത് കയറാൻ അറിയാം. ആപ്പുക്കോ ഗുഡ് സവാരി ആത്തിഹേ, നിനക്ക് കുതിര സവാരി അറിയോ? അപ്പോ കലാം പറയാണ് മേരേക്കോ ഊണ്ടുപർ ചടന ആത്താഹെ, എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം. തേരേക്കോ ക്യാ ഊണ്ടിക്ക് ദവ കർണി ആത്തിഹേ, നിനക്ക് ഒട്ടകത്തിൽ എങ്ങനെ മരുന്ന് വെക്കുക എന്നുള്ളത് നിനക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താണ്, ഇത് ചെറിയ കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അല്ലെ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു പരസ്പര ബന്ധമില്ലാത്ത കോൺവെർസേഷൻ ആണ്. കാരണം ആ ഒരു സിറ്റുവേഷനുകൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളാവുമ്പോൾ അല്ലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ വീട്ടിൽ ആന ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റയാള് പറയാൻ എന്താണ് എന്റെ വീട്ടിൽ ഇന്ന സംഭവം ഉണ്ട് അല്ലെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് കുട്ടിപ്രായത്തിൽ ആ ചെറിയൊരു പ്രായത്തിൽ ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷൻ ആണ്. അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. എനിക്ക് അതുണ്ട് നിനക്ക് അതില്ലല്ലോ എന്ന് ചോദിക്കണ ആ ഒരു സമയത്താണ് കേട്ടോ ഇത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അടുത്ത പാരഗ്രാഫ് ഞാൻ വായിച്ചു തരാം, ശ്രദ്ധിക്കുക. इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना दिखाने के लेन देन को लेकर दोस्ती हो जाती है. फिल्म के किस्से में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूर एक तरफा प्रेम का भी है और इस लड़के का भी जो सुदूर बीहड़ में बैठा अमिताभ की फिल्में देख देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. ഈ എന്താണ് പാരഗ്രാഫ് പറയുന്നത്? ഈ സംവാദമൊക്കെ ബാദ്, ഈ ഒരു കോൺവെർസേഷന് ശേഷം കലാം और रणविजय के बीच, കലാമിന്റെയും രണവിജയുടെയും ഇടക്ക് ഗുഡ് സവാരി സീക്കിനെ, കുതിര സവാരി പഠിപ്പിക്കുകയും और पेड़ पर चढ़ना, മരത്തിൽ എന്താണ് കയറുകയും സിക്കാനേക്ക് ലേൻദേൻ ലേക്കർ ദോസ്തി ഹോ ജാത്തി ഹെ. എന്താണ് പറയുന്നത്, ഈ കോൺവെർസേഷൻ നടന്നതിന് ശേഷം അവര് തമ്മിൽ സംസാരിച്ചതിന് ശേഷം അവരെന്താ ചെയ്യുന്നത്, കലാമിന് അറിയുന്ന കാര്യങ്ങൾ രണവിജയ്ക്കും രണവിജയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ കലാമിനും പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ഏതുപോലെ ഉണ്ട്, നമ്മളെ മോർപ്പാലും വിവറും ഭക്ഷണ സാധനങ്ങൾ കൈമാറിയില്ലേ, അതേപോലെ എന്താണ് കലാം എന്ത് ചെയ്യാണ് ഒട്ടകപ്പുറത്ത് എങ്ങനെ കയറാന്ന് രണവിജയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ രണവിജയ് കുതിരപ്പുറത്ത് എങ്ങനെ കയറാന്ന് കലാമിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ പരസ്പരം അവരെന്താണ് അവരുടെ കഴിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് അവരെന്ത് ചെയ്യാണ് കൂട്ടുകാരി ആവുകയാണ്. ഫിലിം കി കിസ്സേ, ആ സിനിമ കഥയില് ഏക് യാദ്ഗാർ കിസ്സ, ഒരു മറക്കാൻ പറ്റാത്ത കഥയുണ്ട്. ചായക്ക് ദുക്കാൻ ചെല്ലെ വാലേക്ക് അതുരെ, എന്താണ് ചായക്കട നടത്തുന്ന അതുരെ ഏക് തറഫ പ്രേം കാ ബിഹാർ, ചായക്കടയോട് എന്താണ് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ആ ഉസ് ലടിക്കെ കാ ബി ജോ സുദൂർ, ആ ഒരു കുട്ടി ജോ സുദൂർ ദൂരെ നിന്നും ബീഹഡ്മേ ബൈട്ട, ദൂരെ എന്താണ് ഒരു പാറപ്പുറത്ത് ഇരുന്നിട്ട് അമിതാഭ് ബച്ചൻ ഉണ്ടല്ലോ, അമിതാഭ് കി ഫിലിമോ ദേക്കുക, ആ ചായക്കടയിലെ കുട്ടി ഉണ്ടല്ലോ ആ ദൂരെ ഒരു പാറപ്പുറത്ത് ഇരുന്നു കൊണ്ട്, ചായക്കടയിലെ കുട്ടി ആരാ കലാമല്ലേ, അതെന്താണ് ദൂരെയുള്ള ആ ഒരു പാറപ്പുറത്ത് ഇരുന്നുകൊണ്ട് അമിതാഭ് കി ഫിലിം ദേക്കുക, അമിതാഭ് ബച്ചന്റെ ഫിലിം കണ്ടിട്ട് ആ ഉനിക്ക് നെക്കൽ കറക്കെ അദ്ദേഹത്തെ എന്താണ് കോപ്പി അടിക്കാതെ അനുകരിച്ചുകൊണ്ട് അല്ലെ, അദ്ദേഹത്തെ അനുകരിച്ച് ഖുദ് അമിതാഭ് ജാന ചാത്ത, അവർ സ്വയം അമിതാഭ് ആവാനും എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗം ഞാനൊന്ന് വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. बस एक फर्क है, फिल्म में कलाम दिल्ली भी पहुंचता है और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है, लेकिन मेरे बचपन में ऐसा नहीं होता. मोरपाल का स्कूल 8वीं के बाद छूट जाता है, छुड़वा दिया जाता है.
और वह अपने पिता की तरह आज भी वही गेत मजूरी करता है। इसलिए मेरे लिए कलाम की कहानी 100 में एक की कहानी है। हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है। അപ്പോ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ബസ് ഏക ഫർക്ക് ഹെ. ഫർക്ക് എന്ന് പറഞ്ഞ വ്യത്യാസം. പക്ഷെ എന്താണ്, ഈ ഒരു സിനിമയില് ഒരു വ്യത്യാസമുണ്ട്. ഫിലിമേ കലാം ദില്ലി ബി പഹുച്ച്താ ഹെ. സിനിമയില് കലാം എന്ന് പറയുന്ന സിനിമയിലെ കലാം ഉണ്ടല്ലോ, ആ കലാം ദില്ലിയില് എത്തുന്നുണ്ട്. അവർ ഉസെ അപ്പനി പസന്ത് കെ സ്കൂൾ, അവനെന്താണ്, അവന്റെ പ്രിയപ്പെട്ട സ്കൂളിൽ ജാനേക്ക മൗക്കാബി മിൽത്താ ഹെ. എന്താണ്, അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട, അവൻ പോവാൻ ആഗ്രഹിച്ച ആ സ്കൂളിൽ പോവാനുള്ള മൗക്ക, അവസരവും ലഭിക്കുന്നുണ്ട്. ലേക്കിൻ മേരെ ബച്പൻ മേം ഐസാ നഹി ഹോത്ത. പക്ഷെ എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നില്ല. മോർപാൽ കാ സ്കൂൾ 8വീं के बाद छूट जाता. മോർപാലിന്റെ സ്കൂള് 8ാം ക്ലാസ്സിന് ശേഷം സ്കൂള് മോർപാൽ എന്ത് ചെയ്യാണ്, നിർത്തുകയാണ്. ചുടുവ ദിയാ ജാത്താ ഹെ. ആ നിർത്തിയതല്ല, നിർത്തിപ്പിച്ചതാണ്, വീട്ടുകാര് നിർത്തിപ്പിച്ചതാണ്. അവർ വഹ് അപ്പനെ പിതാക്കി തരഹ്, അവനെന്താണ്, അവന്റെ പിതാവിനെ പോലെ ആജ് ബി, ഇന്നും ഗേത്ത് മജൂരി കർത്താ ഹെ. ആ ഒരു എന്താണ്, വഹി ഗേത്ത് മജൂരി കർത്താ ഹെ, അതേ കൃഷിപ്പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലിയെ ആയതുകൊണ്ട് മേരെ ലിയെ കലാം കി കഹാനി മേ, എനിക്കെന്താണ്, എനിക്ക് ഈ കലാമിന്റെ കഥ എന്നുള്ളത് സൗമ്യം ഏക് കി കഹാനി ഹെ, 100 കഥകളില് ഒരൊറ്റ കഥയാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. എന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്താണ് കേട്ടോ. ഹമേ ബാക്കി 99, അതായത് ബാക്കി 99 കഹാനിയോങ്കോ, കഥകളും കബി ഭൂലാൻ നെഹി ചാഹിയെ, ഞാൻ എന്താ ചെയ്യാറില്ല, മറന്നിട്ടില്ല. ജോ ഹമാരെ ബച്പനോ മേ ഹെ, അതെന്താണ്, എന്റെ കുട്ടിക്കാലത്ത് ഉള്ളതാണ് എന്നാണ് ഈ ഒരു പാരഗ്രാഫില് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ നോക്കിയേ, അതായത് ഇപ്പൊ നമ്മുടെ സിനിമ കാണുമ്പോ നമ്മുടെ ജീവിതവും സിനിമയുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഒരു സിനിമ നമ്മൾ കാണുമ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, വിഷമങ്ങൾ ഉണ്ടായാലും, സങ്കടങ്ങൾ ഉണ്ടായാലും, ഒരു 90% സിനിമകളിൽ എന്തുണ്ട്, അവസാനത്തുമ്പോ ഒരു വലിയ പണക്കാരാവും, അല്ലെങ്കിൽ ദുഃഖങ്ങൾ മാറും. അതുപോലെ തന്നെ എല്ലാം എന്താണ്, ഒരു ശുഭമായിട്ട് തീരും അല്ലെ, കാണികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ തീരും. അതേപോലെ തന്നെ കലാമിന്റെ സിനിമ എടുത്ത സമയത്ത് കലാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ സിനിമ അവസാനിക്കുന്നതോട് കൂടിയിട്ട് സഫലമാവുകയാണ്. പക്ഷേ ഇവിടെ മിഹിറിന്റെ മോർപാലിന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. മോർപാല് ആഗ്രഹിച്ച പോലെ അല്ല ഉണ്ടായത്. അവന് 8ാം ക്ലാസ് എത്തിയപ്പോ അവന്റെ പഠനം ഉപേക്ഷിക്കപ്പെടുകയാണ്. അതായത് രക്ഷിതാക്കളുടെ വീട്ടിലെ സമ്മർദ്ദം മൂലം നിർത്തുകയാണ് അവനെ. എന്നിട്ട് അവന്റെ അച്ഛനെ പോലെ പാരമ്പര്യ തൊഴിലായിട്ടുള്ള കൃഷി ചെയ്യാണ് അവൻ ഇപ്പോഴും. അപ്പൊ എനിക്കെന്താണ്, ഈ ഒരു കലാം, അയാം കലാം എന്നുള്ള സിനിമ കണ്ടപ്പോഴ് ഞങ്ങളുടെ, അതായത് എന്റെയും മോർപാലിന്റെയും, എന്റെ എന്ന് പറഞ്ഞാൽ മിഹിർ അല്ലെ, മിഹിറിന്റെയും മോർപാലിന്റെയും കുട്ടിക്കാലത്തുള്ള ആ അനുഭവങ്ങളാണ് ഓർമ്മ വന്നത്. ഇങ്ങനെ അനുഭവങ്ങളുള്ള കുറേ കഥകളുണ്ട്, കുറെ സിനിമകളുണ്ട്. ഏകദേശം 100 സിനിമകളില് ഒറ്റ സിനിമ മാത്രമാണ് അത്. ബാക്കി 99 കഥകളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മറന്നിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിക്കാലത്തുള്ള കഥകളായിരുന്നു. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലാസ് കേൾക്കുക, ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക എല്ലാവരും കേട്ടോ.